എന്താണ് അസാഡ് ലൈറ്റ്? ഈ അസാഡ് ലൈറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അസാഡ് ലൈറ്റ് ഏതൊക്കെ സമയത്താണ് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അധികം ആൾക്കാർക്കും അറിയില്ല അസാഡ് ലൈറ്റ് ഏത് സമയത്ത് ആണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. എന്താണ് ഈ അസാഡ് ലൈറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് നമ്മളെ വാഹനത്തിൻ്റെ 4 ഭാഗത്തേക്ക് ടേൺ ചെയ്ത് പോകുന്ന ഇൻഡിക്കേറ്റർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനാണ് അസാഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബട്ടൺസ് വരുന്നത് നമ്മളെ ഡാഷ്ബോർഡിൻ്റെ അവിടെ സെൻറ്ററിൽ കാണാം ഒരു റെഡ് ബട്ടൺ. അത് അമർത്തി കഴിഞ്ഞാൽ അസാഡ് ലൈറ്റ് പ്രവർത്തിക്കും. അപ്പോൾ ഇത് ഏതൊക്കെ സമയത്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അധികം ആൾക്കാർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സെൻറ്ററിലേക്ക് റൈറ്റും ലെഫ്റ്റും സെൻറ്ററിൽ കൂടിയും റോഡ് ഉണ്ടാവും. അപ്പോൾ ആ സെൻറ്ററിൽ കൂടെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ അസാഡ് ലൈറ്റ് ഇട്ട് കണ്ട് പോകും. അത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്കാർ എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു തെറ്റ്, നമ്മൾ മൂടൽ മഞ്ഞൊക്കെ ഉള്ള സമയത്തും അസാഡ് ലൈറ്റ് ഇട്ടിട്ട് പോകുന്നത് കാണാം. പിന്നെ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും ഇതേമാതിരി അസാഡ് ലൈറ്റ് ഇട്ട് പോകുന്നത് കാണാം. ഇതൊക്കെ വളരെയധികം തെറ്റാണ്. പിന്നെ അധികം ആൾക്കാരും അപകടം കൂടുതൽ നടക്കുന്നത്, അതായത് ട്രാഫിക് തന്നെ പറയുന്നുണ്ട്, അവർ സർവേ ചെയ്തതിൽ കൂടുതൽ അപകടം നടക്കുന്നത് പാർക്കിംഗ്, അതായത് റോട്ടിൻ്റെ അകത്ത് റോട്ടിൽ പാർക്കിംഗ് ലൈറ്റ്, അതായത് ഈ അസാഡ് ലൈറ്റ് ഇട്ടുങ്ങാണ്ട് അവർ വണ്ടി നിർത്തുന്നത്, അതായത് അസാഡ് ലൈറ്റ് ഇട്ടിങ്ങനെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ ഇഷ്ടംപോലെ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുണ്ട്. ആ തെറ്റൊന്നും ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് നമ്മൾ പ്രോപ്പറായിട്ട് അസാഡ് ലൈറ്റ് ഇടേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതായത് നമ്മളെ വാഹനം ഓടിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ബ്രേക്ക് ഫെയിലറായി, അപ്പം നമ്മളെ വാഹനം ചിലപ്പോൾ അപകടത്തിലാവുന്ന കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അസാഡ് ലൈറ്റ് ഓൺ ചെയ്യുക. പുറകിലുള്ള വാഹനത്തിന് നമ്മൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, പ്രോപ്പറായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് ആ സമയത്ത് അസാഡ് ലൈറ്റ്. പിന്നെ രണ്ടാമത്തത്, നമ്മളെ വാഹനത്തിന് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളെ വാഹനം വേറൊരു വാഹനമായി കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? അസാഡ് ലൈറ്റ് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ സാഹചര്യം, നമുക്ക് പെട്ടെന്ന് ഒരു ഷഡൻ ബ്രേക്ക് ഇടേണ്ട ഒരു ആവശ്യം പെട്ടെന്ന് വന്നു, മുന്നിലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ മുന്നിലൊരു കുണ്ട്, നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു കുണ്ട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കാണുന്ന ഒരു അമ്പ്, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അപകടം മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അസാഡ് ലൈറ്റ് ആ സമയത്ത് നമ്മൾ ഇട്ടിട്ട് പുറകിലുള്ള വാഹനത്തിന് നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. എന്നാൽ അവർ അപകടത്തിൽ പെടൂല. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ വാഹനം എന്തോ ഒരു അപകടം ഉണ്ട്, അപ്പം ശ്രദ്ധിക്കണം. എന്നിട്ട് അവർ അതിൻ്റെ രീതിയിൽ അവർ തെന്നി മാറിയിട്ട് അവർ പോയിക്കോളും. അവരുടെ ജീവനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ഡ്രൈവ് ചെയ്യുന്ന നമ്മളെ കയ്യിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അപ്പം തെറ്റായ രീതിയിൽ നമ്മൾ അസാഡ് ലൈറ്റ് ഒരിക്കലും ഇടരുത്. വാർണിംഗ് ലൈറ്റ് നമ്മൾ ഇടേണ്ട സാഹചര്യമൊക്കെ പറഞ്ഞു തന്നല്ലോ, ആ സാഹചര്യത്തിൽ മാത്രമാണ് ഇടേണ്ടത്. ഇത് ചില ആൾക്കാർക്ക് അറിയില്ല, ചില ആൾക്കാർ യൂസ് ചെയ്യുന്ന മിസ്യൂസ് ആയിട്ട് അത് കരുതും. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇത് അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, നമസ്കാരം.